ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സംഭവം തന്നെയാണ്. അപ്പം നമ്മുടെ മലയാളികൾ അധികം ഉണ്ടാക്കാത്തൊരു ഐറ്റമാണ്, അതായത് കേരളത്തിലുള്ളവർ കേട്ടോ, പുറത്തുള്ളവരൊക്കെ കഴിക്കുന്നത് തന്നെയാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ വലിച്ചു നീട്ടാണ്ട് പറയാം, നമ്മുടെ മേത്തി പറാത്ത എന്ന് പറയും, അല്ലെങ്കിൽ ഉലുവച്ചീര വെച്ചിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. ഇതിന് കറികളൊന്നുമല്ല ഇവർ കഴിക്കാറ്, അച്ചാറ്, കട്ടിയുള്ള തൈര്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ മധുരമുള്ളൊരു അച്ചാറുണ്ട് കേട്ടോ, അതൊക്കെയാണ് ഇതിന് കഴിക്കാറ്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ആ ഉലുവച്ചീരയുടെ ഒക്കെ ഒരു പ്രത്യേക മണമുള്ളതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ അടിപൊളി സംഭവമാണ്, പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എന്തായാലും പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് ഉലുവച്ചീര. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് പൊറോട്ട എത്ര പേര് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിത് നമ്മുടെ അയൽവക്കത്തുള്ളവർ തന്നതാണ് കേട്ടോ. അപ്പം അവർ അവരുടെ വയലിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. അപ്പം അത്ര ഫ്രഷൊന്നുമല്ല, എന്നാലും കുറച്ച് എടുത്തിട്ട് ഞാനിന്ന് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇല നുള്ളി എടുത്തിട്ടാണ്. ഇതിൻ്റെ തണ്ട് എടുക്കില്ല, ഈ പൊറോട്ടയിലൊന്നും തണ്ട് എടുക്കില്ല. ഇതുപോലെ ഇല നുള്ളി എടുത്തിട്ട് ഈ ഇല കുറച്ച് അരിഞ്ഞെടുക്കും കൂടെ ചെയ്യും കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ തോരനൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കുറച്ച് തണ്ടും കൂടി എടുത്തിട്ടാണ് ഉണ്ടാക്കുക. കാരണം ഇത് ഒട്ടും ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് തണ്ടും കൂടി എടുക്കും. ഇതിപ്പം പൊറോട്ടക്ക് നമ്മളിത് ഇങ്ങനെ ഇല മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊറോട്ടക്ക് വേണ്ടുന്നത് ഇപ്പം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി തോരനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇലയൊക്കെ വൃത്തിയാക്കി എടുത്ത് ഞാനിപ്പോൾ ഒരു 7-8 പൊറോട്ട എനിക്കും മക്കൾക്കും ഉള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്തിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം മാത്രം, കാരണം നമ്മൾ ഇല മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമുളകും അരിഞ്ഞെടുക്കാനുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട് ചതച്ച് വെച്ചത്. ഇനിയിപ്പോൾ ഇത് പച്ചമുളക് ഞാൻ വലിയൊരെണ്ണം പച്ചമുളകും കൂടെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനുള്ള പൊറോട്ടക്കുള്ള മാവ് കുഴക്കുക. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയിൽ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പം നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരു 7-8 പൊറോട്ടക്കുള്ളതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇത് നമ്മുടെ അജ്വൈനാണ് കേട്ടോ, ഓമം എന്നൊക്കെ പറയില്ലേ, അത് കൈവച്ച് ഒന്ന് തിരുമ്മിയിട്ടിട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടികളാണ് ഇതിന് കുറച്ച് മതിയാവും. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുക, ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിരുന്നു പറഞ്ഞാൽ അത് ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, നമ്മുടെ ഈ ഒരു മേത്തി ഉലുവച്ചീര അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചപ്പാത്തി പരുവത്തിന്, ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ചപ്പാത്തി പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിലർ ഇതിൽ 2 സ്പൂൺ തൈരൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തൈരൊന്നും ചേർക്കാറില്ല കേട്ടോ. തൈര് ശരിക്കും എനിക്ക് തോന്നുന്നു ശരിയായ റെസിപ്പിയിൽ തൈരില്ല. പിന്നെ ചിലർ അവർക്കൊരു ഇഷ്ടത്തിന് വേണ്ടി, അതായത് ഈ ഉലുവച്ചീരക്ക് ഒരു ചെറിയൊരു ചവർപ്പ് രുചി പോലെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം തൈര് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഇത് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ചവർപ്പ് രുചി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരുവത്തിന് ഇതേ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് വെക്കുകയൊന്നും വേണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിത് ഉരുളകളാക്കിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ആവശ്യമുള്ള പാകത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന അളവിൽ ഉരുളകളാക്കിയിട്ട് നമുക്ക് അത് പരത്തിയെടുക്കുക. അപ്പം ഞാനിവിടെ ഉണ്ടല്ലോ നൈസായിട്ടാണ് പരത്തുക, കാരണം എൻ്റെ ഇവിടെ ഇതൊക്കെ പൊങ്ങി വന്നാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ, അത് പൊളിച്ച് കളയും. അപ്പം കുറച്ച് കനത്തിൽ പരത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാനിവിടെ നൈസായിട്ടാണ് പരത്താറ്. അപ്പോൾ ഇത് സാധാരണ ഇനി ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക, ചുടുക, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ കംഫർട്ടബിൾ ആയുള്ള സ്ഥലമല്ല, ഞാൻ ഇവിടെ നിന്നല്ല പരത്താറ്. ഞാനിപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റൗവിൻ്റെ സൈഡിൽ വെച്ചൊന്ന് മാത്രം, എന്നിട്ട് എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഞാനിപ്പോൾ പരത്തി തരുന്നത്. പരത്തിയെടുക്കുന്നത് ചെറിയ സ്പേസിൽ നിന്നിട്ടാണ് പരത്തുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഇതേ നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നൈസായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ചും മറിച്ചും ചുട്ടെടുക്കുക. നമ്മൾ ചപ്പാത്തി എപ്പോഴും, അല്ലെങ്കിൽ പൊറോട്ട ചപ്പാത്തിയൊക്കെ ചുടുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരുപാട് നേരം കല്ലിലിട്ട് എടുക്കരുത്. തീ ഏകദേശം മീഡിയത്തിനും ഹൈയിലും ഇടയിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ സോഫ്റ്റ്നെസ് കുറയും കേട്ടോ. അപ്പോൾ ഇതേ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് നെയ്യോ എണ്ണയോ എന്താ വെച്ചാൽ തേച്ച് കൊടുക്കാം. ചിലർ ഇതിന് ബട്ടറാണ് കേട്ടോ തേച്ച് കൊടുക്കുക. അപ്പം ഇവിടെ എനിക്കൊക്കെ നെയ്യാണ് ഇഷ്ടം. അപ്പം ഞാനിത് 2 സൈഡ് നെയ്യും തേച്ച് കൊടുത്തിട്ട് നമുക്കിതിനിങ്ങനെ ചുട്ടെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സോഫ്റ്റ്നെസ് ഇല്ലയെന്ന് തോന്നും, പക്ഷേ ഞാൻ ആദ്യം കാണിച്ചെന്നത് ഓർമ്മയില്ലേ, നല്ല തുണി പോലെ ഇരിക്കും കേട്ടോ, നല്ല
നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു സോഫ്റ്റ്നെസ് അറിയില്ല, പക്ഷേ നമ്മൾ ചുട്ട് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീണ്ടും ഞാൻ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ എന്താ വെച്ചാൽ തേച്ചിട്ട് നമുക്ക് ഇത് രണ്ട് സൈഡും അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെയാണ് നമുക്കിത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പൊറോട്ടയൊക്കെ ഞാനെല്ലാം ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് പൊറോട്ടയും കൂടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം സംഭവം റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, ഇതേ കാണുമ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ തൈര് അല്ലെങ്കിൽ അച്ചാർ അല്ലെങ്കിൽ മുറബ്ബ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഐറ്റം ഉണ്ട്. അത് മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ളൊരു അച്ചാറാണ് കേട്ടോ. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് കഴിക്കാറ്. അത് കുറച്ച് കറുത്ത നിറത്തിലിരിക്കുക. ഞാൻ മുമ്പ് എൻ്റെ ആലു പറാത്തയുടെ റെസിപ്പിയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കുട്ടികൾ അച്ചാർ കഴിക്കില്ല കേട്ടോ, മധുരമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് ഇപ്പം സെർവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. തൈരും നമ്മുടെ നാടൻ നാരങ്ങ അച്ചാറുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ മോൻ കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, തൈരും നാരങ്ങ അച്ചാറും അതിൻ്റെ കൂട്ടത്തിൽ ടൊമാറ്റോ സോസും. അത് പിന്നെ എല്ലാത്തിനും ടൊമാറ്റോ സോസ് അവന് വേണം കേട്ടോ, ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ. അപ്പോൾ അവൻ അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എങ്ങനെ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. ഈ ഫുഡ് കഴിക്കാൻ എൻ്റെ മോനൊക്കെ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടത്തോടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കും ഭയങ്കര രസമല്ലേ കാണാൻ. ഞാനിപ്പോൾ ഇതേ അതിൽ ഉള്ളത് അച്ചാറും തൈരും വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്നാലും നാട്ടിലുള്ളവർ പലരും ഇപ്പോഴും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ. ഇപ്പം നാട്ടിലൊക്കെ ഉലുവച്ചീര കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഉണ്ടാക്കി നോക്കുക. ഇനി ഇതിൻ്റെ അടിപൊളി ഒരു തോരൻ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം നാളത്തെ റെസിപ്പി അതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.